ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി, അവിടെ ആ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കാമായിരുന്നു. അത് എടുത്തില്ല. അത് കൃത്യമായി നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വിദഗ്ധരൊപ്പം തന്നെ സാധാരണക്കാരും കർഷകനായ ശ്രീ സ്റ്റാൻലി ഉൾപ്പെടെ പറയുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ട് ഈ ഭരണ സംവിധാനങ്ങൾക്ക് ഇനിയും മനസ്സിലാകുന്നില്ല? കാരണം ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വയനാട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വിശദമായി അന്വേഷിക്കുക എന്നുള്ളത്. ഇനി അന്വേഷണങ്ങൾക്കൊക്കെ ഒരു അറുതി വരേണ്ടുന്ന നടപടികൾ എടുക്കേണ്ടതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. അത് എന്തു തന്നെയായാലും അവിടെ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ആശ്രയമറ്റ ഒരുപാട് പേരുണ്ട്. പ്രതീക്ഷ തീർത്തും നഷ്ടപ്പെട്ട് കഴിയുന്നവരുണ്ട്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഇനി തുടരേണ്ടതുണ്ട്. കാരണം നമ്മുടെ കൈപിടിച്ച് വളരുന്ന തലമുറയാണ്, അടുത്ത തലമുറയാണ്. അവരുടെ വിദ്യാഭ്യാസം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത, അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയാണ്. ഇന്റർനാഷണൽ ദേശീയ സേവാഭാരതിയുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് അത്തരം ഉദ്യമങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരുപക്ഷെ ഇത്രയും ദിവസങ്ങളായി വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സിന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളും കാണുന്ന ദൃശ്യങ്ങളും കൊണ്ട് നമുക്ക് തന്നെ ഉണ്ടാകുന്ന മെൻ്റൽ ട്രോമ വളരെ അധികമാണ്. അപ്പോൾ അവിടെ അത് നേരിട്ട് ബാധിക്കപ്പെട്ടവരുടെ ഒരു മാനസിക അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ പോലും സാധിക്കില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെപ്പോഴും അതിനൊരു സ്റ്റിഗ്മയുണ്ടല്ലോ. കാരണം നമ്മളെപ്പോഴും ഈ ശാരീരിക ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, മാനസികാരോഗ്യം ഒരുപക്ഷെ അതിന് ബാക്ക് സീറ്റ് കൊടുക്കുന്നു എന്നുള്ളത്. അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരേണ്ടവർക്ക് കൊടുക്കേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ജീവിതത്തിലേക്ക് തിരികെ നടക്കാൻ, അതിലൊക്കെ പ്രധാനമായിട്ട് അവരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ടത്. അത്തരത്തിലുള്ള കൗൺസിലിങ്ങും എല്ലാം തന്നെ അവിടെ സജ്ജമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നടക്കുന്നുണ്ട്. സേവാഭാരതിയുടെ ഭാഗത്തു നിന്ന് അത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രവർത്തനങ്ങൾ? തീർച്ചയായിട്ടും ഈ ഉടനടിയുള്ള ആപത്സേവാ പ്രവർത്തനങ്ങളുടെ ഒരു ഘട്ടം കഴിയുന്ന മുറയ്ക്ക് ഇനിയിപ്പോൾ ഹ്രസ്വകാല അടിസ്ഥാനത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്കത് രണ്ടു തരത്തില് കാണാം. ഒന്ന്, മലയിടിച്ചിൽ ഭീഷണിയുള്ളവരും അതുപോലെ തന്നെ വീടും ഒക്കെ പൂർണ്ണമായി നഷ്ടപ്പെട്ടവരായിട്ടുള്ള കുറേയേറെ പേർ ക്യാമ്പുകളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പം അവരുടെ ദുരിതം പിടിച്ച ഒരു ജീവിതമാണ് അവിടെ. അപ്പൊ അവരുടെ അടിസ്ഥാന ഭൗതിക ആവശ്യങ്ങള്, ഭക്ഷണം, വസ്ത്രം, മറ്റ് ആവശ്യങ്ങള്, അടിസ്ഥാന ഗൃഹോപകരണങ്ങള്, ഇതൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ മുമ്പിൽ ഭാവി ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ കുറച്ച് മുതിർന്ന പ്രവർത്തകര്, അമ്മമാര്, ഇവര് ഈ ക്യാമ്പുകൾ സന്ദർശിക്കുകയും ഇവരെ സാധിക്കുന്ന വിധത്തിലെല്ലാം ആശ്വസിപ്പിക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചു പേർ ഈ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട്. ഭാഗികമായി വീട് പൊളിഞ്ഞു പോയവരുണ്ട്. അപ്പം ഇവിടങ്ങളിലൊക്കെ ധാരാളമായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. വീടുകളിലൊക്കെ മണ്ണും ചെളിയൊക്കെ കയറി കിടക്കുന്നതെല്ലാം ശുചീകരിച്ചെടുക്കേണ്ടതുണ്ട്. അവരുടെ വയറിങ്, പ്ലംബിങ് ജോലികൾ, കുറെ റിപ്പയറിംഗ് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഈ വരുന്ന ആഴ്ചകളിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കിണറുകള്, അവരുടെ ജലസ്രോതസ് മലിനമായി കിടക്കുകയായിരിക്കും. അതൊക്കെ വൃത്തിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ വക പ്രവർത്തനങ്ങളിലെല്ലാം സേവാഭാരതിയുടെ പ്രവർത്തകരും മറ്റ് സന്നദ്ധ സംഘടനകൾക്കൊപ്പം തന്നെ തീർച്ചയായിട്ടും വയനാട്ടിലെ തീർച്ചയായിട്ടും ഉണ്ടാവും. വയനാട്ടിലെ എല്ലാ പഞ്ചായത്തുകളിലും നിന്നുള്ള പ്രവർത്തകരും സമീപ ജില്ലകൾ, പാലക്കാട്ട് നിന്നും തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് നിന്നും എല്ലാം പ്രവർത്തകര് അവരുടെ ഈ പ്രദേശത്തെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ദീർഘകാല പുനരധിവാസ പ്രവർത്തനങ്ങളെ പറ്റിയും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 18-ന് ശേഷം തലചായ്ക്കാൻ ഒരിടം പദ്ധതിയുടെ ഭാഗമായിട്ട് 1000-ഓളം വീട് ഇല്ലാത്തവർക്കായിട്ട് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് സേവാഭാരതിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊറ്റമ്പത്തൂർ 17 വീടുകളും, കൂട്ടിക്കൽ 12 വീടുകളും നമ്മൾ ഈ ദീർഘകാല പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുനർജനി കൗൺസിലിംഗ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ പ്രദേശങ്ങളിലും പ്രവർത്തകരെത്തുകയും അവർക്ക് വേണ്ട അവരുടെ മാനസികാരോഗ്യം അടക്കമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വയനാട്ടിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകരുടെ അടിയന്തര ശ്രദ്ധ എന്ന് പറയുന്നത് ഈ ഹ്രസ്വകാലത്തേക്കുള്ള കുറച്ച് പുനരധിവാസ പ്രവർത്തനങ്ങളിലാണ്. അത് ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്കും നീങ്ങുന്നതായിരിക്കും. തീർച്ചയായിട്ടും സേവാഭാരതി കൂടെയുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ വയനാട്ടിലെ ജനങ്ങൾക്ക്
ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.